എന്ന് വെച്ചാൽ അന്ത്യകാലം വന്ന് കഴിഞ്ഞിരിക്കുന്നു. നാളെ എന്നത് നിനക്കുള്ളതല്ല. ഇന്ന് നീ ഉണർന്ന് പ്രാർത്ഥിച്ചാൽ ഇന്ന് അവൻ അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. ഈ കീഴുടെ പരിധിയിലായിരിക്കുന്ന സകല ദേശവാസികൾക്കും എന്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക്, ആഗ്രഹങ്ങൾക്ക് എന്റെ യേശു അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. നിങ്ങളുടെ രോഗങ്ങൾ ഈ രാത്രിയിൽ സൗഖ്യമാകാൻ പോകുക. യേശു പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ. നിന്റെ കഷ്ടങ്ങൾ ദൈവം മാറ്റുവാൻ പോകുക. ദൈവം ഇറങ്ങി വന്നിടത്തൊക്കെയും അവൻ അത്ഭുതം പ്രവർത്തിച്ചിട്ടുണ്ട്. 2-3 പേർ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും ഞാനൊന്ന് വാക്ക് പറഞ്ഞ കർത്താവ് ഇന്ന് ഇവിടെ ആഗതനായിരിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ മധ്യസ്ഥൻ, അധ്യക്ഷൻ കർത്താവ് യേശു ക്രിസ്തുവാണ്. ആമേൻ. അവൻ വന്നെങ്കിൽ നിങ്ങൾ പ്രാപിക്കാൻ ഒരുക്കമുണ്ടെങ്കിൽ അനുഗ്രഹിച്ചേ മടങ്ങൂ. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരവറിയെ മടങ്ങൂ. നിങ്ങളുടെ കഷ്ടങ്ങൾ മാറുവാൻ പോകുക. നിങ്ങളുടെ രേഖകൾ പോലും അവൻ തിരുത്തി കുറിക്കുവാൻ പോകുക. ലോകത്തിൽ നമുക്ക് സാധിക്കത്തില്ല. പ്രതികൂലങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, കഷ്ടങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, ബന്ധനങ്ങളുണ്ട്, ഇല്ലായ്മകളുണ്ട്. ഇതെല്ലാം യേശുവിന് ഒരു വാക്ക് മതി, ഒറ്റ വാക്ക്, അത് മാറുവാൻ പോകുക. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. എന്നെ അല്ല നിങ്ങൾ നോക്കേണ്ടത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഒന്നിനും കൊള്ളാത്തവൻ, ആർക്കും വേണ്ടാത്തവൻ, ലോകവും നാടും വീടും പുറത്താക്കി കളഞ്ഞവനാ. നിങ്ങൾ നോക്കേണ്ടത് ശ്രേഷ്ഠ മഹാപുരോഹിതനായ ക്രിസ്തുയേശുവിനെ ശ്രദ്ധയോടെ നോക്കി കാത്തിരുന്നാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്ന് ഞാൻ സത്യമായി വിളിച്ചു പറയുക, ഒരിക്കലും മാറത്തില്ല. ഇന്ന് നീ കഷ്ടതകൾ വന്നിരിക്കുകയാണോ? യേശു നിനക്ക് ആശ്വാസമായി മാറാൻ പോകുക. നീ രോഗമായി കടന്നു വന്നിരിക്കുകയാണോ? ഒരു ചികിത്സയും വേണ്ട. യേശുവിന്റെ സാന്നിധ്യം ആ രോഗം സൗഖ്യമാക്കാൻ പോകുക. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഭവനങ്ങളിൽ നിങ്ങൾ അറിയണ്ട, ഇവിടെ വർണ്ണമെന്നില്ല. ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധയോടെ ഏൽപ്പിച്ചു കൊടുത്താൽ നിന്റെ രോഗം ഇന്ന് മാറും. നിനക്ക് രേഖകൾ ഇന്ന് തിരുത്തി കുറിക്കുമവൻ. നിന്റെ കഷ്ടങ്ങൾ മാറുവാൻ പോകുക. നാളെ നേരം വെളുക്കുന്നത് ഒരു അനുഗ്രഹത്തിന്റെ സുപ്രഭാതമാണ്. നിന്റെ ഇല്ലായ്മകൾ പരിഹരിക്കപ്പെടുമെന്ന് വിശ്വസിച്ചാൽ ഈ ദൈവത്തിന്റെ മഹത്വം കാണും. എന്റെ യേശു അത്ഭുതങ്ങളുടെ രാജാവാണ്. അവൻ വീരനാം മന്ത്രി, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനാകുന്ന ദൈവം. ലോകത്തിന്റെ ചരിത്രത്തെ പോലും രണ്ടായിട്ട് കീറി മുറിച്ച സർവശക്തൻ. ഒരു ജാതിക്കോ മതത്തിനോ ലോകത്തിന്റെ സർക്കാരുകൾക്കോ ഭരണകൂടത്തിനോ രാഷ്ട്രീയ പാർട്ടികൾക്കോ കഴിഞ്ഞില്ല ചരിത്രത്തെ രണ്ടായി കീറി മുറിക്കുവാൻ. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു ലോക ചരിത്രത്തെ പോലും രണ്ടായിട്ട് കീറി മുറിച്ചു. എന്താണത്? AD എന്നും BC എന്നും. ലോകത്തിന്റെ സകല മതങ്ങളും രാജ്യങ്ങളും സർക്കാരുകളും രാഷ്ട്രീയ പാർട്ടികളും അംഗീകരിക്കുന്ന ഒരു വർഷം ഏതാ? AD എന്നും BC എന്നും. എന്നാൽ എന്താ? ബിഫോർ ക്രൈസ്റ്റ്. നമ്മൾ ചരിത്രം പഠിക്കുമ്പോൾ BC മീഡിയം സ്കൂൾ കുട്ടികൾ പഠിക്കേണ്ടത് BC മീഡിയം. ഈ മുസ്ലിം രാജ്യമാണെങ്കിലും ക്രിസ്തു രാജ്യമാണെങ്കിലും ഹിന്ദു രാജ്യമാണെങ്കിലും അവരുടെ സർക്കാർ അഫിലിയേറ്റഡ് കലണ്ടർ ഏതാ? AD 2024. 617 ലോക കലണ്ടറുകളുണ്ട്. 176 ഭാരതത്തിൽ കലണ്ടറുകളുണ്ട്. ഇതൊക്കെ ആർക്കും അറിയില്ല. നമുക്കറിയാവുന്ന മലയാളം, ചിങ്ങം, കന്നി, തുലാം, ഇതൊക്കെ ഒരു പേരിന് അറിയത്തേ ഉള്ളൂ. ഇന്ന് എത്ര മാസം ഏത് ദിവസം എന്ന് പറഞ്ഞാൽ വാപ്പുള്ളവർക്കും പകുതി പേരും അറിയില്ല. എന്നാൽ ക്രിസ്തുവിനെ എതിർക്കുന്ന സകലർക്കും അറിയാം ഇത് 2024. ഇന്ന് മെയ് മാസം 5-ാം തീയതിയാണെന്ന്. എന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തു സ്വർഗാരോഹണം ചെയ്തിട്ട് 2024 വർഷം കഴിഞ്ഞിരിക്കുന്നെന്ന് ലോകം വിളിച്ചു പറയും. എന്നെ നിന്നെ എതിർക്കുന്നവരും വിളിച്ചു പറയുക. ഇന്ന് വലിയ ന്യൂ ഇയർ ഫംഗ്ഷൻ നടത്തി ആഘോഷിക്കുമ്പോൾ അവർ ദൈവത്തെ ഓർക്കുക, അവർ അറിയാതെ. എന്താണ് ഇത്? AD അന്നോ ഡൊമിനിക് ഡെത്താണ്. അങ്ങനെയെങ്കിൽ ആ യേശു ലോകത്തിന്റെ ചരിത്രം കീറിമുറിക്കുവാൻ സാധിച്ചെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇന്ന് കീറിമുറിക്കുവാൻ പോകുകയാണ്. ആമേൻ. അവന് സിവിൽ സർജനായിട്ട് കാണുക. നിങ്ങളുടെ പ്രശ്നങ്ങളെ അവൻ ഓപ്പറേറ്റ് ചെയ്യാൻ പോകുക. നിങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റുവാൻ പോകുക. ദുഃഖങ്ങളെ ആശ്വാസമാക്കി മാറ്റാൻ പോകുക. കഷ്ടങ്ങളെ, കണ്ണുനീരിനെ ആഘോഷമാക്കി മാറ്റാൻ പോകുക. നിങ്ങൾ വിശ്വസിക്കണം, പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. നിന്റെ കഴിവല്ല, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒരു മുട്ടുണ്ടാകിയില്ല, ഒരു ദോഷവും സംഭവിക്കുകയില്ല. വചനം സത്യമാ. ആദിയിൽ വചനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആമേൻ. വചനം മാത്രം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മഹാമാരി. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ബ്രിട്ടീഷ് അംബാസഡർ കൊണ്ടുവന്ന പേരാ ഇത്. വേദപുസ്തകം പറഞ്ഞ രോഗമാ. ലോകത്തെ ആകെ കീറിമുറിക്കുന്ന മഹാമാരി. ലോകം അംഗീകരിച്ചു. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ തിരക്കിയാൽ മതി. ബ്രിട്ടീഷ് അംബാസഡർ കൊണ്ടുവന്ന പേര്. ആര് കൊണ്ടുവന്നു? ഈ ലോകം വ്യാപരിച്ച പേരിന് പോലും ബൈബിൾ കൊണ്ടുവന്നുവെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ ഇന്ന് ഇപ്പോൾ മാറ്റുവാൻ പോകുക. നാളെയല്ല, അതിപ്പോൾ സംഭവിച്ചിരിക്കും. വിശ്വസിച്ചാൽ നിങ്ങൾ എഴുന്നേൽക്കുന്നത് വന്നവരെ പോലെ അല്ല എന്ന്. ആമേൻ. നമുക്ക് ഒരു വചനം വായിച്ചിട്ട് തുടങ്ങാം. സങ്കീർത്തനം 25-ാം അധ്യായം അതിന്റെ 12-13 വാക്യം.
12:13 യഹോവ ഭക്തനായ പുരുഷൻ ദൈവത്തിന്റെ ഭക്തനായ പുരുഷൻ ആരാകുന്നു? അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി ദൈവം അവന് കാണിച്ചു കൊടുക്കും. അവൻ സുഖത്തോടെ വസിക്കും. അങ്ങനെ ഒന്നോർക്കണേ, യഹോവ ഭക്തനായ പുരുഷനാകുന്നു നിങ്ങളെങ്കിൽ, ഈ കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തെ ഭക്തിയോടെ സേവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ ദൈവം വിളിച്ചു പറയുകയോ, ഇനി ഏൽപ്പിച്ചു കൊടുത്താൽ, വിശ്വാസം ഏറ്റെടുത്താൽ, വിശ്വസിച്ച് ഭക്തിയോടെ ജീവിക്കാൻ തീരുമാനിച്ചാൽ, അതിനുവേണ്ടി ഒരുങ്ങിയാൽ നടക്കത്തില്ലായിരിക്കും. നീ തീരുമാനിച്ച് ഒരുങ്ങുകയാണെങ്കിൽ ഇന്നു മുതൽ നീ സുഖത്തോടെ വസിക്കുവാൻ പോകുക. ഈ ലോകത്തിൽ നീ സൗഖ്യത്തോടെ, സമാധാനത്തോടെ, ആരോഗ്യത്തോടെ, സമൃദ്ധിയോടെ, ദൈവകൃപയോടെ, സന്തോഷത്തോടെ, സുഖത്തോടെ വസിക്കുവാൻ. ഞാൻ പറയുകയല്ല, സത്യവേദ പുസ്തകം വിളിച്ചു പറയുകയാ. അവന്റെ സന്തതി ദേശത്തെ അവകാശം, അവന്റെ സന്തതി, നിന്റെ തലമുറകൾ ഈ ദേശം അവകാശമാക്കാൻ പോകുക. സർവശക്തനായവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ വിളിച്ചു പറയുകയാ. എന്താണ് യഹോവ ഭക്തനായ പുരുഷൻ എന്ന് വെച്ചാൽ, നീ ദൈവത്തിന്റെ ഭക്തനോ ഭക്തയെ ജീവിക്കാൻ തയ്യാറാണെങ്കിൽ നടക്കത്തില്ല, ലോകത്തിൽ നടക്കത്തില്ല. പക്ഷെ എന്ത് ചെയ്യണം? നീ തീരുമാനിക്കണം, നീ ഇറങ്ങണം, തയ്യാറെടുക്കണം. കഷ്ടങ്ങൾ വരും, നഷ്ടങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരും, പ്രയാസങ്ങളും വരും. ഈ സമയത്ത് നീ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ യേശു ഇറങ്ങി വരാൻ പോകുക. നീ നടക്കത്തില്ല, നിനക്ക് സത്യമായി ജീവിക്കാൻ സാധിച്ചില്ല, ഭക്തനെ ജീവിക്കാൻ സാധിച്ചില്ല. എന്നാൽ നീ തീരുമാനിച്ച് ഉറച്ച് നീ തെരഞ്ഞെടുത്തെങ്കിൽ, നീ ആ വഴി സെലക്ട് ചെയ്തെങ്കിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക. നീ കഷ്ടത്തിലായിരുന്നു, കണ്ണുനീരിലായിരുന്നു, പ്രതികൂലം പ്രയാസം ഉണ്ടായിരുന്നു, നിനക്ക് ഒന്നും നേരെയാക്കാൻ സാധിച്ചില്ല. എന്നാൽ ഇന്നു മുതൽ എന്ത് ചെയ്യാൻ പോകുക? നീ സുഖത്തോടെ വസിക്കാൻ പോകുക. നിന്റെ സന്തതി എന്താണ്? എന്റെ പിള്ളേർ, എന്റെ തലമുറ എന്തായി മാറും? വേദനയും ദുഃഖവുമാണ്. എന്റെ മക്കൾ ഇങ്ങനെ പോയല്ലോ, കഷ്ടവും വേദനയും വിലാപവുമാണ്. എന്നാൽ നീ തീരുമാനിക്കുക, ഞാൻ ദൈവത്തിന്റെ ഭക്തിയോടെ ജീവിക്കാൻ തയ്യാറാണ്. എന്നെ കൊണ്ട് കഴിയുന്ന ഇറങ്ങും തീരുമാനിക്കുകയും, അങ്ങനെയെങ്കിൽ നിന്റെ സന്തതി ഈ ദേശത്തെ അവകാശമാക്കും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. സർവസ്തുതികൾക്കും യോഗ്യനാകുന്നു, സർവശക്തനാകുന്ന ദൈവമേ, സ്വർഗസ്ഥനാകുന്ന പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സാഹചര്യം ഒരുക്കി കർത്താവേ, ഞങ്ങളെ കൂട്ടിവരുത്തി കർത്താവേ, യേശുവേ, വചനം ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ വചനം അനുഗ്രഹം മാറണ കർത്താവേ, ഒരു ഹൃദയങ്ങളിൽ ഇറങ്ങണം കർത്താവേ, ഈ കേൾക്കുന്ന സകലമേലും ഒരു അനുഗ്രഹം പകർന്ന കർത്താവേ, കേൾക്കുന്നവർ വന്നുകൂടിയവർ വൃഥാ വണങ്ങി പോകുവാനല്ല കർത്താവേ, വചനം കേട്ട് സ്വീകരിച്ച് ഏറ്റെടുത്ത് ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന കർത്താവേ, സകല കഷ്ടങ്ങളും മാറണം, പ്രശ്നങ്ങൾ മാറണം കർത്താവേ. ഇന്നു മുതൽ സന്തോഷത്തോടെ സുഖത്തോടെ വസിക്കുവാൻ, തലമുറകൾ ദേശം അവകാശമാക്കുവാൻ കൃപ കൊടുത്ത് മാനിക്കണം കർത്താവേ. എന്നെ പൂർവ്വം ഏൽപ്പിക്കുന്ന കർത്താവേ, എന്നെ ശക്തീകരിക്കണം, ഇറങ്ങുന്നിരിക്കണം കർത്താവേ, കൃപയാൻ നിറക്കണം യേശുവിന്റെ നാമത്തിനെ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. എന്താ വഴി? നമുക്ക് ഇന്നു മുതൽ എന്ത് ചെയ്യണം? സുഖത്തോടെ വസിക്കണം. നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടണം. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് നമ്മൾ സന്തോഷവും സമാധാനവും സമൃദ്ധിയുള്ള സുഖത്തോടെ ജീവിക്കണം. നമ്മുടെ മക്കളൊക്കെ സന്തോഷവും അനുഗ്രഹവും നന്മയും പ്രാപിച്ചതായിരിക്കണം. ലോകത്തിൽ സാക്ഷ്യമുള്ളവരായിരിക്കണം മക്കൾ. ലോകത്തിൽ മാന്യതയുടെ അഭിപ്രായമുള്ളവരായിരിക്കണം. ഇതോടെ എല്ലാം തികഞ്ഞു എന്നാണ് നമ്മുടെ തീരുമാനം. എന്ത് ചെയ്യണം? ആദ്യം നാം ദൈവത്തെ ഒന്ന് മനസ്സിലാക്കണം. ആമേൻ. സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ഈ സത്യം എന്ത് ചെയ്യാൻ പോകുക? ഈ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കാൻ പോകുക, സ്വാതന്ത്ര്യം നൽകുവാൻ പോകുക. എന്നിൽ നിന്നെല്ലാം ലോകത്തിന്റെ ശക്തികളിൽ നിന്നും, സാത്താന്റെ ബന്ധനങ്ങളിൽ നിന്നും, പാപത്തിന്റെ കെട്ടുകളിൽ നിന്നും, കഷ്ടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, സകല പ്രതികൂലങ്ങളിൽ നിന്നും, ഈ ലോകത്തിന്റെ സകല ശക്തികളിൽ നിന്നും എന്ത് ചെയ്യാൻ പോകുക? സ്വാതന്ത്ര്യം പ്രാപിക്കാൻ പോകുക, സത്യം മനസ്സിലാക്കിയാൽ. ആമേൻ. വേദപുസ്തകം ജീവിക്കുന്ന ഒരു ശക്തിയാണ്. പക്ഷെ വേദപുസ്തകം പഠിക്കണമെങ്കിൽ സാധിക്കില്ല. ഞാൻ കുമ്പനാട് ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ദിവസം 23 ദിവസം വിദേശത്ത് കാലിഫോർണിയയിലൊക്കെ പോയി ഗ്രാജുവേറ്റ് ദേവദാസൻ ലാസ്റ്റിൽ എന്തെഴുതി? വേദപുസ്തകം വെച്ച് തെളിയിച്ചു ദൈവം ഇല്ല എന്ന്. കാരണം പിശാജ്, ലോകത്തിൽ പിശാജ് ഇതിനെതിരെ പ്രവർത്തിക്കാൻ വേണ്ടി എല്ലാ സപ്പോർട്ടും തരും. ഒരു ഡോക്ടറേറ്റ് എടുത്തു. എന്താണ്? ദൈവം ഇല്ല എന്ന് തെളിയിച്ചുകൊണ്ട്. ദൈവത്തെ ഒന്ന് വിളിച്ചു വരച്ചു കടന്ന വേദപുസ്തകം മനസ്സിലാക്കണമെങ്കിൽ പ്രാർത്ഥനയും പ്രത്യേകിച്ചുള്ള താല്പര്യവും കാത്തിരിപ്പും ഉണ്ടാവണം. ജീവിതം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കണം. കാരണം ഒരു വചനത്തിന്റെ ഒരു വരിയിൽ പോലും അനേകായിരം അർത്ഥങ്ങളാ, അനേകായിരം കാര്യങ്ങൾ ഉൾക്കൊണ്ടിരിക്കുകയാ. എക്സാമ്പിൾ പറഞ്ഞാൽ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം എന്ത് പറയുന്നു? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. എന്ത് ചെയ്തു? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
ഒരു വചനം, ഒന്നാമത്തെ വചനം അല്ലേ, തീർന്നില്ല, ബാക്കിയുണ്ടോ? അത് വായിച്ചേ. ഉണ്ട്. ഭൂമി പാഴായും ശൂന്യമായിരുന്നു. ഇപ്പൊ ദൈവം എന്താ അത്രയ്ക്കും മണ്ടനാണോ? അത്രയും കഴിവില്ലാത്തവനാണോ? ദൈവം എന്ത് ചെയ്തു? ആകാശവും ഭൂമിയും ദൈവം സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിച്ചൊന്നും ഇല്ലേ? വളരെ മനോഹരമായ അനുഗ്രഹപ്രദമായ ഒരു ഭൂമിയാണ് ദൈവം സൃഷ്ടിച്ചത്. 10,000 ലക്ഷം വർഷങ്ങൾ ശേഷമുള്ള കാര്യം അടുത്ത വരി, ഒരു വചനത്തിന്റെ അടുത്ത ലൈൻ, ഭൂമി പാഴും ശൂന്യമായിരുന്നു. ഇത് വായിക്കണമെങ്കിൽ മറ്റുള്ള പ്രവചനങ്ങളിലേക്ക് പോകണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ റെഫറൻസ് പറയുന്നില്ല. എന്ത് സംഭവിച്ചു? സൃഷ്ടിച്ച അറിയാ, മാലാഖമാരെ, ദൂതന്മാരെ, ലൂസിഫർ എന്ന ടീമിനെ സൃഷ്ടിച്ചു. അവരെന്ത് ചെയ്തു? അവർ നോക്കുമ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുക, ഭയങ്കര ശക്തിയ ദൈവത്തിന്. തങ്ങൾക്കുമുണ്ട് ശക്തി എന്ന് വെച്ചാൽ നവരത്നങ്ങൾ കൊണ്ടും വചനങ്ങൾ കൊണ്ടും എല്ലാ അധികാരവും ശക്തിയും കൊടുത്ത് ഈ മാലാഖമാരെ നിർമ്മിച്ചിരിക്കുകയാ. ഇവരുടെ ലക്ഷ്യം എന്താ? അവസാനം കുറെ കാലമായപ്പോ ഒരു ആഗ്രഹം, ഈ സിംഹാസനത്തിൽ ഞങ്ങൾക്കൊന്ന് ഇരുന്നാൽ എന്താ? കാരണം ഞങ്ങൾ എന്താ ഇത്രയും വളരെ മനോഹരമായ സൗന്ദര്യ രൂപങ്ങളാ, എല്ലാ കഴിവുകളുമുണ്ട്, എല്ലാ ശക്തികളുമുണ്ട്, അധികാരങ്ങളുണ്ട്, ഇതൊക്കെ ദൈവം കൊടുത്ത. ഒന്നുകൂടി വേണം ഈ രാജകീയ സിംഹാസനത്തിൽ ഒന്നിരുന്നാൽ എന്ത് സംഭവിക്കും? പിന്നെ എല്ലാം നേടി. പക്ഷേ ഈ മോഹത്തിൽ ദൈവം അവരെ വെട്ടിത്താഴെയിട്ടു. അവർക്ക് എവിടെ അവകാശം വന്നില്ല? ഭൂമിയിൽ വന്നില്ല. എവിടെ വന്നില്ല? സ്വർഗത്തിൽ വന്നില്ല. ഇവർക്ക് സ്വർഗത്തിലും ഭൂമിയിലും ഫുൾ ടൈം ഊടാടി സഞ്ചരിക്കാൻ അവകാശം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ മുകളിൽ ആകാശം, താഴെ ഭൂമി, അങ്ങനെയല്ല. ഇതൊരു വൃത്തം. അത് സയൻസ് പഠിക്കണം, വളരെ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ. എന്ന് വെച്ചാൽ ഭൂമിയും ആകാശം എങ്ങനെ നോക്കിയാലും ഇടയ്ക്കാണ് ഗ്യാപ്പ്. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ താഴെ സൂര്യന് നമ്മൾ ഇങ്ങോട്ട് നോക്കുന്നില്ലേ? അതൊക്കെ വേറെ കാര്യങ്ങൾ, അതൊക്കെ പഠിക്കണം. സൂര്യനെ പോയി നോക്കിയാലും ഭൂമി എങ്ങോട്ട് നോക്കണം? താഴേക്ക് നോക്കണം. അങ്ങനെയെങ്കിൽ വെട്ടി താഴെയിട്ടപ്പോൾ അത് എവിടെ പോയി? സ്വർഗത്തിലുമില്ല, ഭൂമിയുമില്ല, ആകാശ വിധാനങ്ങളിൽ അതായിരിക്കുകയാണ്. അവർക്ക് വേദനയുണ്ട്. മിക്കവാറും എന്റെ വീട് മാവേലിക്കരയാണ്, പറഞ്ഞല്ലോ. മാവേലിക്കര കത്തോലിക്കരൊക്കെ ഉണ്ട്. അവർ ആകാശമുള്ള ഞങ്ങളുടെ ദൈവമേ, അതാരെ അതറിയാതെ പ്രാർത്ഥിക്കുകയാണ്. ഭൂമിയിലും അവകാശമില്ല, സ്വർഗത്തിലും അവകാശമില്ലാതെ ഉലർച്ചയിൽ കൂട്ടമാരാ. അത് ലൂസിഫറിന്റെ ടീമാ. അവരെ വെട്ടി താഴെ ഇട്ടു. വർഷങ്ങൾക്ക് ശേഷം, എന്ന് വെച്ചാൽ അനേകായിരം 10,000 വർഷങ്ങൾക്ക് ശേഷം യഹോവ ദൈവം സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും എല്ലാം അത്ഭുതങ്ങൾക്ക് വേണ്ടി എല്ലാ വചനങ്ങൾ കൊണ്ടും എല്ലാ രത്നങ്ങൾ കൊണ്ടും ലൂസിഫർ നിർമ്മിച്ചുവെങ്കിൽ ഈ പൊടിയിലെ മണ്ണെടുത്ത് മണ്ണ് സ്വന്തം കരം കൊണ്ട് കുഴച്ച് സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും രൂപമുണ്ടാക്കി. എന്നിട്ടോ ഈ കാണുന്ന ലൂസിഫർ ടീം പിശാചിന്റെ ടീമിനെക്കാട്ടി ഭയങ്കര ശക്തിയുള്ള ഒരു ഗ്രൂപ്പിനെ രൂപവൽക്കരണം ചെയ്തു. സ്വന്തം വായിൽ നിന്നും ജീവശ്വാസം ഊതി. എന്നുവെച്ചാൽ ദൈവത്തിന്റെ ആത്മാവിനെ, ആ ജീവശ്വാസം മതി ഈ പ്രതിമയിലേക്ക്, ഈ മളികനുണ്ടാക്കിയ ഈ രൂപത്തിലേക്ക് പകർന്നപ്പോൾ അതിന് ജീവൻ വെച്ചു. അത് മനുഷ്യനായി മാറി. എന്ന് വെച്ചാൽ നമ്മൾ പേടിക്കുന്ന ഈ പിശാചല്ല നമ്മൾ, അതിന്റെ 1000 മടങ്ങ് ശക്തിയുള്ളവരാ. ഈ ഞാനും നിങ്ങളും ഇത് മനസ്സിലാക്കിയാൽ നമ്മൾ അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ശത്രു അകന്നു മാറാൻ പോകുക. പ്രതികൂലങ്ങൾ വിട്ടോളുവാൻ പോകുക. നമ്മൾ സത്യം മനസ്സിലാക്കി തിരഞ്ഞെടുത്താൽ, വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്ന്. വിശ്വസിക്കുന്നവനാൽ ഞാൻ ചെയ്ത അടയാളങ്ങൾ സംഭവിക്കും. ഞാൻ പിതാവിലേക്ക് പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. കർത്താവ് യേശു വന്ന് സെലക്ട് ചെയ്ത ദൈവസഭയെ, ദൈവജനങ്ങളെ, നിങ്ങളെ കൊണ്ട് യേശു ക്രിസ്തു മരിച്ചവരെ ഉയർപ്പിച്ചു. മരിച്ചു, നാളായി നാട്യം വെച്ച് ലാസറിനെ വിളിച്ചു, ലാസറെ പുറത്തു വരിക. ലാസർ ജീവനോടെ പുറത്തു വന്നെങ്കിൽ ആ 40 ദിവസം കഴിഞ്ഞ ശവത്തെ പോലും എഴുന്നേൽപ്പിക്കുവാൻ എന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് കഴിയും. മനസ്സിലാക്കണം. സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ ആ സത്യം നിങ്ങൾ സ്വതന്ത്രരാക്കാൻ പോകുക. നിങ്ങൾ അറിവുള്ളവരല്ല, ഞാൻ അറിവുള്ളവരല്ല. എനിക്ക് ഇനിയും കർത്താവിനെ അറിയണം. അന്വേഷിച്ചുകൊണ്ടിരുന്നാൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ എഴുന്നേൽപ്പിക്കുവാൻ പോകുകയാണ്. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കാൻ പോകുകയാണ്. കൃപകളാൽ നിറയ്ക്കുവാൻ പോകുകയാണ്. എന്ത് ചെയ്തു? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലും അധികാരത്തിൽ അവകാശിച്ച സകല ചരാചരങ്ങളിൽ വാഴുവാൻ അധികാരം കൊടുത്തു. മനുഷ്യൻ എന്തു കൊടുത്തു? ദൈവം അധികാരം കൊടുത്തു. വെറും അധികാരമല്ല, ഈ കാണുന്ന സകലത്തിന്മേലും, കടലില്, പ്രകൃതിയിൽ, ആകാശത്തില് വാഴുന്ന ജീവിക്കുന്ന മൃഗങ്ങൾ, മത്സ്യങ്ങൾ, എല്ലാ പക്ഷിപർവ്വ ജാതികൾ, ഈ കാണുന്ന സകലത്തിന്മേലും വാഴുവാൻ. വചനം അങ്ങനെയുള്ള വായിക്കാൻ സമയമില്ല. സകലത്തിന്മേലും വാഴുവാൻ യഹോവേ ദൈവം മനുഷ്യന് അധികാരം കൊടുത്തു. ആമേൻ.
എന്ന് വെച്ചാൽ എന്റെ ഭാവനെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്നത് യഹോവയുടെ ദൃഷ്ടിയാണ്, ഞാൻ മനുഷ്യനാണ്. നടന്നു പോകുമ്പോൾ എന്ന് വെച്ചാൽ ചെറിയ മൂർഖൻ പാമ്പ് ഇങ്ങനെ ചീറ്റി വരുമ്പോൾ എന്നെ കാണുമ്പോൾ പതുങ്ങി മാറി ആ ചെടികളെ പോയി പാത്തിരിക്കും. കാരണം എന്നെ പേടിയാ. സിംഹമാണെങ്കിലും ഡൈനോസർ ആണെങ്കിലും എന്നെ കാണും പേടിച്ച് മാറിയിരിക്കും. ഈ സകലത്തിന് വേണ്ടി അധികാരമാർക്ക മനുഷ്യനാകുന്ന എനിക്കും നിങ്ങൾക്കുമാ. പിശാച് ദുഃഖിച്ചു, അവൻ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഹവ്വയെ കിട്ടിയപ്പോൾ ചതിച്ചു, മോഹിപ്പിച്ച് ചതിച്ചു. ഇന്നും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമോ, ഇന്നും ഞാൻ നിങ്ങൾ ദൈവജനം ദൈവവിശ്വാസ ദൈവദാസന്മാരെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കാത്തത് പരാജയം, പ്രതികൂലം, പ്രയാസം എന്ന് പറയുമോ ശത്രു മോഹങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാ. നാം ആഗ്രഹിക്കുന്നത് ദൈവഹിതമല്ല. കർത്താവേ, ദൈവഹിതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് മാനസാന്തരപ്പെടുവാൻ ദൈവം പറയുമ്പോൾ നാം അന്വേഷിക്കുന്ന നമ്മുടെ ഹിതപ്രകാരം ഉയരുവാനാ, നമ്മുടെ ഹിതപ്രകാരം ജീവിക്കുവാനാ, ഹിതപ്രകാരം വളരുവാനാ, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാ. വചനം നിങ്ങൾ ചെയ്യുന്നത് എല്ലാം എന്താണ്? നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നതെല്ലാം മനുഷ്യർക്ക് എന്നല്ല ദൈവത്തിന് എന്ന വണ്ണം മനസ്സോട് ചെയ്യാൻ തയ്യാറായാൽ യേശു നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുക, നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം പകരുവാൻ പോകുക, കൃപയെ നിറയ്ക്കുവാൻ പോകുക, നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുക, സമാധാനം പകരുവാൻ പോകുക, സമൃദ്ധിയിലേക്ക്, ഉയർച്ചയിലേക്ക്, നന്മയിലേക്ക് എഴുന്നേൽപ്പിക്കാൻ പോകുക. ഒന്ന് മാത്രം തീരുമാനിക്കുക, ഇന്നു മുതൽ ഞാൻ ചെയ്യുന്നത് എല്ലാം മനുഷ്യർക്ക് എന്നല്ല ദൈവത്തിന് എന്ന വണ്ണം ചെയ്യുവാൻ തയ്യാറാകാൻ പോകുക. അങ്ങനെയാണെങ്കിൽ ഒരു അഭിഷേകതയിൽ നിന്ന് വീഴാൻ പോകുകയാണ്. ആ കാൽവരി ക്രൂശിൽ രക്തം ഒഴുകുവാൻ പോകുകയാണ്. നിങ്ങൾ രൂപം മാറുമെന്ന്, ഭാവം മാറുമെന്ന്, എല്ലാം മാറി മറിയാൻ പോകുക. പറഞ്ഞല്ലോ, സർവശക്തനായ കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം തെളിവാണ് ഞാൻ. ആമേൻ. സംസാരിക്കണമെങ്കിൽ തൊണ്ടവനം ട്രക്ക് കണ്ടവന്റെ ട്രക്ക് കട്ട് ചെയ്ത് കളഞ്ഞതാ. ഏതായാലും 80 മാത്രം ജീവിച്ചിരുന്ന പ്രയോജനം വേറെ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിച്ചാൽ നിനക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ സാക്ഷ്യമുള്ള ജീവിതം നയിക്കുവാൻ അവൻ അവസരം നൽകും, അനുഗ്രഹം നൽകും, ശക്തി നൽകും, സൗഖ്യം നൽകും, സമൃദ്ധി നൽകും. അവൻ നീ സുഖത്തോടെ ജീവിക്കും ഈ ഭൂമിയിൽ. പക്ഷെ എന്തില്ല, നമുക്ക് അതിനൊന്നും സമയമില്ല. എന്റെ ആഗ്രഹങ്ങൾ, എന്റെ ആവശ്യങ്ങൾ, അതിനുവേണ്ടി ദൈവത്തെ കാണും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും, അതിനുവേണ്ടി ആരാധനയുണ്ട്, സഭയുണ്ട്. എല്ലാം എന്തിനു വേണ്ടിയാ? എനിക്ക് നേണ്ട കാര്യങ്ങൾക്ക് വേണ്ടി. നീ ദൈവത്തിന് വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ നിന്റെ മേൽ ഒരു അത്ഭുതം പ്രവർത്തിക്കാൻ പോകുക. ലോകം അതിശയിക്കത്തെ കൊണ്ടും നീ ലോകം മാനിക്കുവാൻ പോകുകയാണ്. പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കണം. പിശാച് എന്ത് ചെയ്തു? മനുഷ്യരെ ചതിച്ചു. മനുഷ്യൻ എന്ത് ചെയ്തു? പാപിയായി മാറി. എങ്ങനെ പാപിയായി? ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാത്ത ഒരു പാവത്തിലേക്ക്. റോമർ 3:23 വാക്യം വായിച്ച്. റോമർ 3:23. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും 3:23 വാക്യം. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്തു. ഒരു വ്യത്യാസവുമില്ല. ഈ നിൽക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങളും തമ്മില് ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരെ പോയിരിക്കുകയാ. എന്നുവെച്ചാൽ നിന്റെ മേലും എന്റെ മേലും ഒരു തേജസ്സയും പകർന്നതാ. അനുഗ്രഹത്തിന്റെ, അധികാരത്തിന്റെ, അഭിഷേകത്തിന്റെ, കൃപയുടെ തേജസ് പകർന്നതാ. പക്ഷെ എന്ത് ചെയ്തു? നാം പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് ഇല്ലാത്തവരെ മാറിപ്പോയി. ഒരു രക്ഷയില്ല. പാപം ചെയ്ത് മാറിപ്പോയി. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 3:16 വാക്യം എന്ത് പറയുന്നു? തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. എന്നുവെച്ചാൽ എന്താ നമുക്ക് കിട്ടിയ അധികാരം? മനസ്സിലാക്കണം. സത്യം, നമുക്ക് കിട്ടിയ അവകാശം എന്താ? ദൈവത്തിന്റെ മക്കളാകുവാൻ, ദൈവത്തിന്റെ മകളാകുവാൻ കേൾക്കുന്ന സകല ദേശവാസികളുമേ, നീ ഇങ്ങനെ ജീവിക്കേണ്ടതല്ല. നിനക്ക് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ നിനക്ക് അവകാശം ലഭിക്കുകയാ. കർത്താവ് യേശു ക്രിസ്തുവിൽ നീ വിശ്വസിച്ചാൽ നീ ദൈവ മക്കളാകുവാൻ അവകാശമുണ്ട്, അധികാരമുണ്ട്. മക്കളെങ്കിലോ അവകാശികളുമാ. മക്കളെങ്കിലോ അവകാശികളുമാ. എന്റെ അപ്പൻ എന്തൊക്കെ വീതമുണ്ടോ അതിനൊരു ഓഹരിയെങ്കിലും എനിക്ക് കിട്ടും. മുഴുവൻ കിട്ടത്തില്ലെങ്കിൽ എനിക്ക് ഓഹരിയെങ്കിലും കിട്ടും. ഇപ്പം ദൈവമക്കളാണെങ്കിലോ
സകലത്തിന്റെയും അധികാരി, സർവശക്തൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ, സകലത്തിന്റെയും രാജാതിരാജാവ്, ഉടമസ്ഥൻ, എന്നും ഇല്ല എന്ന് പറഞ്ഞ കർത്താവ് യേശുവിന്റെ നാമത്തിൽ വിശ്വസിച്ച് അപ്പനും മക്കളും അവകാശം നേടിയ നിങ്ങൾ ആരാ? ദൈവത്തിന്റെ മക്കളാ. ഓർത്തു നോക്കി, ഒരു സിനിമാടന്റെയോ ഒരു മന്ത്രിയുടെ മകനെങ്കിൽ ലോകം മാനിക്കുമല്ലേ? മാനിക്കൂ? ഭയങ്കര വിലയായിരിക്കും, സംശയമൊന്നുമില്ല, ഭയങ്കര വിലയായിരിക്കും. ഒരു ഉദാഹരണം, ഇമാജിനേഷൻ. എന്റെ ഫാദറിന് പണ്ടൊരു കാറുണ്ടായിരുന്നു, വെറും സാങ്കല്പികം മാത്രം. ഈ കാറ് അന്നത്തെ രാജകീയമായ വാഹനമായിരുന്നു. കാറ് ഞാൻ സൂക്ഷിച്ചു വെച്ചേക്കുക. എനിക്കൊരു 85-90 വയസ്സായി. എനിക്കൊരു ആഗ്രഹം, ഈ കാർ എന്ത് ചെയ്യണം, തിരുവനന്തപുരം സെക്രട്ടറിന് മുകളെ ഒന്ന് ഓടണം. പറ്റുമോ? ഇല്ല, കാരണം അതിന്റെ ബുക്കും പേപ്പറും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതിന്റെ എല്ലാം നശിച്ചുപോയി. അതൊന്ന് സ്റ്റാർട്ടാക്കിയാൽ ബോംബിട്ട പോലെ, ഭയങ്കര പൊല്യൂഷൻ പോലെ, പുക പടലമാണ് ദേശമെങ്ങും, ഒന്നും കാണാൻ പോലും പറ്റത്തില്ല. ഈ വണ്ടി റോഡിൽ ഇറങ്ങിയാൽ പട്ടാക്ക പോലീസൊക്കെ വന്ന് വെടിവെച്ച് വീഴ്ത്തും. പക്ഷെ ഞാൻ ഒത്തിരി വർഷങ്ങൾ കഴിഞ്ഞ് പരിശ്രമിച്ചു. എന്നിട്ട് ഒരു ദിവസം വാഹനമായിട്ട് ഇറങ്ങി, വണ്ടി ഓടിച്ചു. തിരുവനന്തപുരം സെക്രട്ടറി ചെന്നു. കടന്നു പോയപ്പോഴേക്കും എന്ത് ചെയ്തു? ഫോൺ പോയി മിലിറ്ററി, അർദ്ധസൈനിക വിഭാഗം, എല്ലാ CBI, പോലീസ് എല്ലാം വന്നു വളഞ്ഞിരിക്കുകയാ. അനൗൺസ് ചെയ്തു, ഈ വണ്ടി ഓഫ് ആക്കി, എത്ര വേണമെന്ന് പുറത്തിറങ്ങുക. എല്ലാം തൂക്കിക്കൊണ്ട് നിൽക്കുകയാണ് പോലീസുകാർക്ക്. എന്താണ്? നിർത്തിയില്ലെങ്കിൽ ഇറങ്ങി എന്തെങ്കിലും ചെയ്താൽ ഉടനെ വെടിവെച്ച് തരണം. ഞാൻ നിർത്തി, ഡോർ തുറന്നു, പുറത്തിറങ്ങി. ഇറങ്ങുമ്പോൾ അപ്പുറത്ത് നമ്മുടെ കേരള മുഖ്യമന്ത്രി കൂടെ ഇറങ്ങി. എന്ത് ചെയ്യും? കാരണം എന്താ? അവർക്ക് പെട്ടെന്ന് ഞാനല്ല അവരുടെ ദൃഷ്ടി വരുന്നത്. ആരാണ്? കേരള മുഖ്യമന്ത്രി ഇറങ്ങിയേക്കുന്നത്. എന്ത് ചെയ്യണം? പുള്ളി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എന്ത് ചെയ്യണം? എല്ലാം മറക്കും. പിന്നെ അന്വേഷണ കേസൊക്കെ പിന്നീടാ. ആദ്യം എന്ത് ചെയ്യണം? മുഖ്യമന്ത്രിയെ സല്യൂട്ട് ചെയ്യണം. പിന്നെ കേസൊക്കെ ഒരു വഴിക്ക് പോയാൽ റെഡിയായിക്കോളും. അതൊക്കെ എന്തെങ്കിലുമൊക്കെ കോമഡിയിൽ ഒന്നും ചെയ്തിട്ടില്ല, ഒരാഗ്രഹം മാത്രം, ചെറിയ നഷ്ടപരിഹാര തുക അടച്ച്, കാശടച്ച് എനിക്ക് ഊരി വരാം. അങ്ങനെയെങ്കിൽ ഒരു ലോകത്തിലെ, ഒരു രാജ്യത്തിന്റെ, ഒരു സംസ്ഥാനത്തിന്റെ ഒരു മന്ത്രിയെ കൊണ്ട് എനിക്ക് ഗുണമുണ്ടെങ്കിൽ, അവന്റെ കൂടെ പോയാൽ പ്രയോജനമുണ്ടെങ്കിൽ, ലോകവും അധികാരികളും നിന്നെ മാനിക്കുമെങ്കിൽ, സർവശക്തനാകുന്ന, സകലത്തിന് ഉടമസ്ഥനാകുന്ന, സകലത്തിൽ നിർമ്മിച്ച അത്ഭുതങ്ങൾ രാജാവ്, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ ഇറങ്ങി വന്നാൽ, എന്താ പ്രത്യേകത? രാജകീയമായ പരിവേഷമാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? സകല മനുഷ്യരും പാപികളായി. എന്നാൽ കർത്താവ് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവ മക്കളാകുവാൻ അധികാരം കൊടുത്തിരിക്കുകയാ. എന്ന് വെച്ചാൽ നിങ്ങൾ ഞാനും ഇതുപോലെയല്ല, വ്യത്യാസം വരും, ഇനിയും കുറവുകളുണ്ട്. പരിഹരിക്കാൻ ഏൽപ്പിച്ചു കൊടുത്താൽ, ഭക്തിയോട് ജീവിക്കാൻ തയ്യാറായാൽ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുകയാ. നന്മയുടെ വഴിത്താരകൾ തുറക്കപ്പെടുവാൻ പോകുകയാ. ആമേൻ. അവനാൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നിങ്ങൾ എന്താ പറഞ്ഞ വാക്കിനെ കുറിച്ച്, ആ പാട്ടിനെ കുറിച്ചും വാക്കിനെ കുറിച്ചൊക്കെ? അത് പാട്ടാണ്, വചനമാണ്. ദൈവത്താൽ അസാധ്യമായത് ഒന്നുമില്ലല്ലോ. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? അത് ശരിയാണെന്ന് പൂർണ്ണ ഉറപ്പിക്കാൻ പറ്റുമോ? പറ്റണം. പറഞ്ഞോട്ടെ, തെളിവാണ് ഈ നിൽക്കുന്ന ഞാൻ. കർത്താവ് യേശു ക്രിസ്തു ജീവിക്കുന്ന ദൈവം. അവൻ അത്ഭുതങ്ങൾ ചെയ്യുന്നു, അസാധ്യങ്ങളെ സാധ്യമാക്കുന്നു, സർവശക്തനാണ് അവൻ. തെളിവാണ് ഞാൻ. എന്ത് ചെയ്തു? ഞാൻ ഒരു യാക്കോബായ സമുദായം കുടുംബിച്ചാലും, കഷ്ടമുണ്ടായാലും നഷ്ടമുണ്ടായാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ നീ ഒന്നിനെ കുറിച്ചും ഭയക്കേണ്ട ആവശ്യമില്ലെന്ന്. ആമേൻ. യേശു വിശ്വസിക്കാൻ തയ്യാറാണെങ്കിൽ, യഹോവയുടെ ഭക്തനായി ജീവിക്കുവാൻ ആഗ്രഹിച്ചാൽ നീ സുഖത്തോടെ ജീവിക്കും. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഞാൻ ദേശത്തെ അവകാശമാക്കും. വചനം സത്യമാ, വചനം വിളിച്ചു പറയുകയാ. പറഞ്ഞില്ലേ, ആരുമില്ല ഏകനായവനാ, ലോകം എന്നെ പുറത്താക്കി, വീടുന്നാണ് എന്നെ പുറത്താക്കി, ഒന്നുമില്ലാത്ത അവസ്ഥയില്ല. ഇപ്പോഴും എങ്ങനെ ലോൺ എനിക്ക് അറിയത്തില്ല. ഞാൻ 4 ദിവസം കടത്തില്ല. എങ്ങനെയൊക്കെ എവിടുന്നൊക്കെ ലോൺ എടുക്കാമോ? എന്റെ ഭാര്യ, വീട്ടുകാരുടെ, അവരുടെ വീട്ടിൽ, അയൽക്കൂട്ടം, എല്ലാത്തിലും ലോണാണ്. പക്ഷെ ദൈവം നടത്തുകയാണ്. ആരുമില്ലാതെ ഏകനാകുമ്പോൾ യേശു കൂടെ ഉണ്ടാകും. ഒന്നുമില്ലായ്മയിലും ഞാൻ നിന്നെ എല്ലാം ഉള്ളവനെ പോൽ നടത്തുവാൻ പോകുകയാ. വചനമത. ആമേൻ. വചനമത. വായിക്കാം 25 സങ്കീർത്തനം 12 വാക്യം. സംഗീതം 25:12 കാര്യം എടുത്തില്ലേ? ശരി. യഹോവ ഭക്തനായ പുരുഷൻ ആരാകുന്നു?
അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി. നീ ദൈവത്തെ ഭക്തിയോടെ സേവിക്കാൻ തയ്യാറായാൽ നിനക്ക് വേണ്ട വഴികൾ എന്തൊക്കെയാ, നിന്റെ ജീവിതമാർഗങ്ങൾ എന്തൊക്കെയാ, നിന്റെ ആഗ്രഹം നിവൃത്തിയാകുവാൻ, പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പ്രതിഫലം കിട്ടുവാൻ ഏതെല്ലാം വഴിയാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാൻ പോകുകയാ. നീ സുഖത്തോടെ ജീവിക്കാൻ പോകുകയാ. നിന്റെ സന്തതി അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാ. ചെയ്യേണ്ടതെന്ന് അറിയണ്ടേ? 10-ാം വാക്യം വായിച്ചേ. 10-ാം വാക്യം. യഹോവയുടെ നിയമങ്ങൾ പ്രമാണിച്ച് യഹോവയുടെ നിയമങ്ങളും സാക്ഷ്യങ്ങളും പ്രമാണിക്കുന്നവർക്ക് അവന്റെ പാതകളൊക്കെയും ദൈവം സത്യം ഞാൻ മാറാൻ പോകുകയാ. നീ സഞ്ചരിക്കുന്ന പാതയിലൊക്കെയും നന്മ ഉണ്ടാകാൻ പോകുകയാ. അനുഗ്രഹം പ്രാപിക്കാൻ പോകുകയാ. നീ ഫലം കൊയ്യാൻ പോകുകയാ. നീ പോകുന്ന ഒരു വഴിയിലും പരാജയം ഉണ്ടാകില്ല. നീ കാഴ്ചവിടുന്നതൊക്കെയും അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാ. ദൈവത്തിന്റെ നിയമവും സാക്ഷ്യവും പ്രമാണിക്കണം. കർത്താവ് യേശു ക്രിസ്തു പിശാചാൽ പരീക്ഷിക്കപ്പെട്ട് പാപികളാകുന്ന സകല അധികാരവശ മനുഷ്യർക്ക് വേണ്ടി മരിക്കുവാൻ ഭൂമിയിലേക്ക് വന്നു. ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോട് കൂടെയായിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം മൂലം സകലതും ഉളവായി. വചനം കൂടാതെ ഒന്നും ഉളവായതുമില്ല. ആ വചനം ജനരൂപമെടുത്ത് നമ്മളുടെ പാർത്തു. അതാണ് ക്രിസ്തു. ആമേൻ. നമ്മെ സ്നേഹിച്ചതുകൊണ്ട് ജാതി മത വിദ്വേഷമില്ലാതെ, നീ സ്ത്രീ എന്നോ പുരുഷനെന്നോ നോക്കാതെ, സമ്പന്നനെന്നോ ദരിദ്രനെന്നോ നോക്കാതെ നമ്മളെയൊക്കെ സ്നേഹിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. മനുഷ്യനായി ജനിച്ചു, മനുഷ്യനായി വളർന്നു. കഷ്ടങ്ങൾ ഏറ്റുവാങ്ങി, പരിഹാസങ്ങൾ ഏറ്റുവാങ്ങി, പീഡകൾ ഏറ്റുവാങ്ങി നമുക്ക് വേണ്ടി, ഈ കേൾക്കുന്ന സകല മനുഷ്യർക്കും വേണ്ടി, എല്ലാ ജാതികൾക്കും വേണ്ടി, ഭൂമിയിലെ സകല മനുഷ്യർക്കും വേണ്ടി കർത്താവ് യേശു ക്രിസ്തു സകല ഭാരങ്ങളും ഏറ്റുവാങ്ങി ക്രൂശിൽ മരിച്ചു. ആമേൻ. മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വചനം. സമയം പോയി. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 9-ാമത്തെ വചനം. ഞാൻ വാതിലാകുന്നു. കേൾക്കുന്നില്ലേ? നിങ്ങളുടെ കഷ്ടങ്ങൾ മാറുവാൻ, പ്രതികൂലങ്ങൾ അഴിയുവാൻ എല്ലാ വാതിലും അടഞ്ഞിരിക്കുമ്പോൾ, ഈ രോഗം സൗഖ്യമാകാതിരിക്കുമ്പോൾ, ഈ കടം മാറാതിരിക്കുമ്പോൾ, ഈ ശണ്ട മാറാതിരിക്കുമ്പോൾ, ഈ കേസ് തീരാതിരിക്കുമ്പോൾ യേശു പറയുക, ഒരു വഴിയുണ്ട്. ഞാൻ നിനക്ക് പോം വഴിയാ, ഒരു വാതിലാകുന്നു ഞാൻ. നിന്റെ കഷ്ടങ്ങൾ ഞാൻ മാറ്റുവാൻ പോകുക. നീ എങ്കിലേക്ക് വരിക. ഞാനാണ് വഴി. ഞാൻ അല്ലാതെ ഒരു വഴി കൊണ്ടാവത്തില്ല. ഏക സത്യദൈവമാകുന്ന യേശുവിന്റെ നാമത്തിൽ നീ വിശ്വസിച്ചാൽ വ്യത്യാസം ഉണ്ടാകാൻ പോകുക. എന്ന് വെച്ചാൽ എന്താ? നീ സുഖത്തോടെ ജീവിക്കും. നിന്റെ മക്കൾ ദേശ അവകാശമാക്കുമെന്ന്. ഞാൻ വാതിലാകുന്നു. വായിവാക്കി. എന്നിലൂടെ കടന്നാൽ നീ രക്ഷപ്പെടാൻ പോകുക. നീ രക്ഷയില്ലാതെ കഷ്ടവും പ്രതികൂലവും പ്രയാസവും നഷ്ടവുമായി ജീവിക്കുന്ന പോലും ഒരു ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പിൽ നിൽക്കുമ്പോൾ ഇത് മാറുവാൻ പോകുക. നിനക്ക് രക്ഷയുണ്ട്. പ്രശ്നങ്ങൾ മാറുവാൻ പോകുന്നു. പ്രയാസങ്ങൾ അകലുവാൻ പോകുന്നു. നിന്റെ കടം ഇന്ന് മാറുവാൻ പോകുക. നീ എത്ര വലിയ രോഗിയായിക്കൊള്ളട്ടെ, രോഗം വിധിച്ചേക്കാം, മെഡിസിൻ പരാജയപ്പെടുത്തിയേക്കാം. എന്നാൽ യേശു പറയുക, ഈ രോഗത്തിന് രക്ഷയായി ഞാനുണ്ട്. ഞാൻ രക്ഷയാകുന്നു. ഞാൻ വാതിലാകുന്നു. വയറ് അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. നിങ്ങൾ എങ്കിലേക്ക് വന്നാൽ നിനക്ക് പോകേണ്ട വഴി ഞാൻ പറഞ്ഞു തരും. നിനക്ക് പുറത്തു പോകാം, അകത്ത് വരാം. നിനക്ക് മേച്ചിൽ കണ്ടെത്താം. ജീവിത മാർഗങ്ങൾ, വരുമാന മാർഗങ്ങൾ, സൗഖ്യത്തിന്റെ മാർഗങ്ങൾ, കഷ്ടതമായ മാർഗങ്ങൾ എല്ലാം പ്രതികൂലം മാറ്റുവാൻ, ശത്രുത ഇല്ലാതാക്കുവാൻ, ചണ്ടങ്ങൾ ഒഴിവാക്കുവാൻ വഴി ഞാൻ പറഞ്ഞു തരാം. നിനക്ക് ഞാൻ മേച്ചിൽ പുറവായി. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. നിങ്ങളെ ചതിക്കുകയാ. ലോകമേ, സമൂഹമേ, ദേശവാസികളെ, ഇതാ രൂപത്തിലും ഭാവത്തിലും വന്ന് അനേകർ ചതിക്കുകയാ. ഇത് മാറണോ? കർത്താവ് യേശുവിൽ വിശ്വസിക്ക്. എന്നാൽ നിനക്കൊരു രക്ഷയുണ്ട്. ഒരു വഴിയാണവർ. നിന്റെ പ്രശ്നങ്ങൾ മാറുവാൻ പോകുക. പ്രതികൂലങ്ങൾ അകലുവാൻ പോകുക. കർത്താവ് യേശു ക്രിസ്തു എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുകയാ. ആ യേശുവിന്റെ കാവൽനാദം കേൾക്കുവാൻ സമയമായി കൊണ്ടിരിക്കുന്നു. ലോകമെമ്പാടും അവൻ പറഞ്ഞതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. അന്ത്യകാല ഇഷ്ടങ്ങൾ നിറവേറിക്കൊണ്ടിരിക്കുകയാ. ആമേൻ. നിങ്ങൾ ഭയക്കണ്ട. വിശ്വസിച്ചിറങ്ങിയാൽ അവൻ വഴി കാണിക്കുവാൻ പോകുക. വാതിൽ തുറക്കുവാൻ പോകുക. കൃപയിൽ നിറയ്ക്കുവാൻ പോകുക. എന്റെ കൃപ നിനക്കും മതി. നീ വേറെങ്ങും പോകണ്ട. ഒന്നും മുടക്കണ്ട. ഒരു ആചാരവും വേണ്ട. വിശ്വസിക്ക്. ഞാൻ ജീവിക്കുന്ന ക്രിസ്തു എന്ന് വിശ്വസിച്ചാൽ നിന്റെ കഷ്ടങ്ങൾ ഇപ്പോൾ മാറാൻ പോകുക. ഈ നിമിഷം അത്ഭുതം സംഭവിക്കാൻ പോകുക. നിന്റെ ജീവിതത്തില്, നിന്റെ ഭവനത്തില്, കുടുംബത്തില്, ദേശത്തില് ഒരു വ്യത്യാസം ഒരുക്കുവാൻ പോകുക.
ഞാനാണ് വഴി, ഞാനാണ് രക്ഷ. ആമേൻ. സ്തോത്രം. ആമേൻ. ദൈവത്തിൽ നിന്ന് ആശ്രയിച്ചാട്ടെ. ആമേൻ. വൈരവാക്കി അവർക്ക് ജീവൻ ഉണ്ടാകുവാനും നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും. ആമേൻ. ഒന്നുകൂടെ കേൾക്കണേ. നിങ്ങൾക്ക് വെറും ജീവനല്ല, കഷ്ടപ്പെടുന്ന ജീവനല്ല, നഷ്ടത്തിന്റെ ജീവനല്ല, കരയുന്ന ജീവനല്ല. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ സമൃദ്ധിയോടെ ആയിരിക്കുവാനും അത്രയും ഞാൻ വന്നിരിക്കുന്നത്. കർത്താവ് യേശു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനാ. ഈ ഭൂമിയിലെ ജീവിതവും നിത്യജീവനും തരാൻ വേണ്ടിയാ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും ആ ജീവൻ സമൃദ്ധിയുടെ ജീവനാകുവാനും വേണ്ടി ഞാൻ വന്നിരിക്കുകയാ. അങ്ങനെയെങ്കിൽ കേൾക്കുന്ന സഹോദരങ്ങളെ, യേശു ക്രിസ്തു ഇപ്പോൾ ഇറങ്ങി വന്നിരിക്കുകയാ. നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ. വെറും ജീവിതമല്ല, സമൃദ്ധിയുടെ ജീവൻ വെച്ചാൽ രോഗമില്ലാത്ത, കഷ്ടമില്ലാത്ത, കടമില്ലാത്ത, ശത്രുതയില്ലാത്ത, ശണ്ടയില്ലാത്ത നന്മയുടെ അനുഗ്രഹത്തിന്റെ കൃപയുടെ ജീവനാണ് അവൻ തരാൻ പോകുകയാ, തന്നുകൊണ്ടിരിക്കുകയാ. ഇന്ന് വന്നെങ്കിൽ വൃഥാ പോകുകയില്ല. ഏൽപ്പിച്ചു കൊടുത്താൽ വ്യത്യാസമുണ്ടാകാൻ പോകുകയാ. ആമേൻ. വ്യത്യാസമുണ്ടാകാൻ പോകുകയാ. ദൈവത്തെ സ്തുതിക്കാൻ അവസരമെടുക്കാൻ പോകുകയാ. ഈ സമയം നിങ്ങൾ പ്രാർത്ഥിക്കുക. രോഗികൾ കൈവച്ച് പ്രാർത്ഥിക്കുക. ആ രോഗം ഈ നിമിഷം സൗഖ്യമാകാൻ പോകുന്നു. നിങ്ങളുടെ കടമുണ്ടോ? നെഞ്ചത്തെ കഴിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, ഈ കടം മാറണം ഈ നിമിഷം, നാളെയല്ല, ഇപ്പോൾ തന്നെ മാറിയിരിക്കുവാൻ പോകുക. വേദനയുണ്ട്, പ്രയാസമുണ്ട്, രേഖകൾ നിനക്കെതിരെ ചലിച്ചുകൊണ്ടിരിക്കുകയാ. മാറ്റുവാൻ പോകുക യേശു. യേശു നമ്മൾ മതി ഇറങ്ങി വന്നിരിക്കുകയാ. യേശുവിന്റെ സാന്നിധ്യം ഈ കേൾക്കുന്ന ഓരോന്നും ഇറങ്ങിയിരിക്കുകയാ. അവൻ സർവ്വവ്യാപിയാകുന്നു, സർവ്വജ്ഞാനിയാകുന്നു. അത്ഭുതങ്ങൾ മാത്രം ചെയ്യുന്ന ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കുകയാ. എണ്ണമില്ലാത്ത കൃപകളിനാൽ ഇന്നയോളം തൻഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഇന്നയോളം തൻഭുജത്താൽ എന്നെ താങ്ങിയ നാമമേ, ഉന്നം വച്ച വഴിയിൽ കണ്ണിൻ മുൻപിൽ പതറാതെ, ഉന്നം വച്ച വഴിയിൽ കണ്ണിൻ മുൻപിൽ പതറാതെ, കണ്ണമണി പോൽ കാക്കും കരങ്ങളിൽ നിന്നെ മൂടി മറച്ചില്ലേ, കണ്ണമണി പോൽ കാക്കും കരങ്ങളിൽ. കർത്താവ് യേശു ക്രിസ്തു നിന്നെ മൂടി മറക്കുവാൻ പോകുകയാ. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മറക്കുവാൻ പോകുകയാ. ഇപ്പോൾ ആ സാന്നിധ്യം വ്യാപരിക്കുകയാ. ഒരിക്കലും സ്തുതിയാവാത്തവണ്ണം എണ്ണമില്ലാത്ത കൃപകൾ ചൊരിയാൻ പോകുകയാ. അവൻ നന്മകൾ ചൊരിയാൻ പോകുകയാ. ഏൽപ്പിച്ചു കൊടുത്താട്ടെ, പൂർണ്ണമായി അവന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ചു കൊടുത്താട്ടെ. വ്യത്യാസം ഉണ്ടാകാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളുടെ ശക്തി ഇതാ വ്യാപരിക്കുകയാ. കാണുന്നില്ലേ? ഒരു തീജ്വാല പോലെ ഇറങ്ങി വരുന്നു. അഗ്നിജ്വാല പ്രകീർത്തിക്കാൻ പോകുകയാ. ശത്രുവിനെ, പ്രതികൂലത്തെ, പ്രയാസത്തെ, രോഗങ്ങൾ ഇത് അഴിഞ്ഞു മാറുകയാ. പ്രതികൂല ശക്തികൾ വിട്ടുമാറുകയാ. രോഗികൾ സൗഖ്യമാകുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ കേൾക്കുന്ന സകലരുടെ മേൽ അഭിഷേകം വന്നതാവേ. രോഗങ്ങൾ സൗഖ്യമാകട്ടെ. രോഗം വിധിച്ച സകല രോഗങ്ങളും വിട്ടുവരെ പോകുമാറാകട്ടെ. ആമേൻ. ധാരകരഹിതമാ, ദൈവം ജനകാരഹിതമാ, യേശു ക്രിസ്തുവിന്റെ അധികാര നാമത്തിൽ അനുഗ്രഹം ചേർപ്പിക്കുന്ന കർത്താവേ, എണ്ണമില്ലാത്ത നന്മകൾ ചൊരിയുന്ന കർത്താവേ, എല്ലാ കടങ്ങളും ഇപ്പോൾ തന്നെ രേഖകൾ തിരുത്തി കുറിക്കട്ടെ. എല്ലാ രേഖകളും മാറി മറിയട്ടെ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന സർവശക്തനാകുന്ന ദൈവത്തിന്റെ കൃപ ഞാൻ തന്നെ വഴി, ഞാൻ രക്ഷയാകുന്നു, ഞാൻ വാതിലാകുന്നു. എന്നിലൂടെ കടക്കുന്നു, അകത്തു പോകും, പുറത്തു വരും, ഏറ്റുപണം കണ്ടെത്തുമെന്ന ഇന്ന് എല്ലാ ആവശ്യങ്ങളും അംഗീകരിച്ചിരിക്കുകയാ. ഏൽപ്പിച്ചു കൊടുത്തേ. നീ സുഖത്തോടെ ജീവിക്കാൻ പോകുകയാ. നിന്റെ സന്തതി ഈ ദേശത്തെ ഭൂമിയെ അവകാശമാക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഇവിടെ വന്ന സകലരെയും ഏൽപ്പിക്കുകയാ. യേശു ക്രിസ്തുവിന്റെ അധികാരം നമ്മൾ അനുഗ്രഹിച്ചുകൊണ്ട് യേശുവിനെ ഏൽപ്പിക്കുന്ന കർത്താവേ, കൃപ ചെയ്യുന്ന കർത്താവേ, എന്റെ കൃപ നിനക്ക് മതി. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും
ഭൂമിദേശത്തെ യഹോവയിൽ നിന്ന് വരുന്നു. ഒന്ന് കരമുയർത്തിയാട്ടെ, ഒന്ന് ആശ്രയിച്ചാട്ടെ. യഹോവയിൽ ആശ്രയിച്ച് എങ്കിലേക്ക് മനസ്സുയർത്തുവൻ ലജ്ജിച്ചു പോകുകയില്ല. എല്ലാം ആശ്രയിക്കുന്നവൻ ജയം പ്രാപിക്കാൻ പോകുക. യഹോവ അരുളി ചെയ്യുന്നു, യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ വിശ്വസിക്കുക. യേശു വിശ്വസിച്ചാൽ നിങ്ങൾക്ക് അപ്പനാകാൻ അവകാശം ലഭിക്കുകയോ. മക്കളാണ് നിങ്ങൾ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ പോകുക. കർത്താവ് യേശു ക്രിസ്തു ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു. നിങ്ങളുടെ മധ്യ വ്യാപരിക്കുകയാ. തിരമാല പോലെ അലയടിച്ചുയരുകയാ. നന്മകൾ പ്രാപിക്കുവാൻ, തിന്മകൾ മായ്ക്കുവാൻ ആ രക്തം ഒഴുകുകയാ. പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കുക. യേശു ക്രിസ്തുവിന്റെ തിരുരക്തം ഒഴുകുകയാ. ഈ രക്തത്താൽ ഇപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കും. ലോകം വിധിച്ചു, മെഡിക്കൽ സയൻസ് വിധിച്ചു, നീ സൗഖ്യമാകുകയില്ല, ഇതിനൊക്കെ ചെയ്യണം, ഇനി കഷ്ടമുണ്ട്. ഇല്ല, യേശു വിളിച്ചു പറയുന്നു, ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ തന്റെ അടിപ്പിണരുകളാൽ നിനക്ക് സൗഖ്യമുണ്ട്. ഇത് കേൾക്കുന്ന സകലരും ഒന്ന് പ്രാർത്ഥിച്ച്, സർവശക്തനായ ദൈവമേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ. യേശുവിന്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകട്ടെ. യെസ്, ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. കർത്താവായ യേശു സൗഖ്യമാക്കിയിരിക്കുകയാണ്. നിങ്ങൾ കടങ്ങൾ മാറിയിരിക്കുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഇത് കേട്ട സകലരുടെ മേലും ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. ഇവിടെ വന്ന സകല ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നു. യേശു ആർക്കും കടക്കാരനല്ല. യേശു ആർക്കും ബാധ്യതയുമല്ല. കർത്താവ് യേശു അനുഭവിച്ചതിനെ ഞാൻ വിളിച്ചു പറയുകയാ. നീ വിശ്വസിക്കുക, തീരുമാനിക്കുക. ഇന്നു മുതൽ ഞാൻ യേശു വിശ്വസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് എന്റെ യേശു മാത്രം മതി. ഈ തിരുവനന്തപുരത്തിന്റെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതിനവസരമൊരുക്കിയ ബഹുമാനപ്പെട്ട ബിജു സ്റ്റീഫൻ പാസ്റ്റർ, സ്റ്റീഫൻ അപ്പച്ചൻ, ഈ ഒരു വഴിയൊരുക്കിയ ഈ ഭവനാങ്കണം, ബഹുമാനപ്പെട്ട IPC പാസ്റ്റർ, ഇതിലൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി പറയുന്നു. എനിക്ക് എൻ്റെ മക്കളും കുടുംബത്തിൽ പ്രാർത്ഥിക്കാം. എൻ്റെ മാതാപിതാക്കൾ സഹോദര രക്ഷയിലേക്ക് വന്നിട്ടുള്ള രക്ഷയുടെ പ്രത്യേകം പ്രാർത്ഥിക്കുക. എൻ്റെ ഭാര്യ, എൻ്റെ മക്കളുണ്ട്, ഇവരോട് പ്രത്യേകം പ്രാർത്ഥിക്കാൻ. എല്ലാ വഴി പ്രത്യേകം പ്രാർത്ഥിക്കുക. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.